യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ നിർണായകമായ വഴിത്തിരിവ്. ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ രാഹുലിനെതിരെ രംഗത്തെത്തിയതോടുകൂടെയാണ് കേസ് കൂടുതൽ സങ്കീർണമാവുന്നത്. തന്റെ കുടുംബജീവിതം തകർത്തെന്നും വഞ്ചനം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നും ആരോപിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതി ഹൈക്കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ കേവലം രാഷ്ട്രീയ ആരോപണം എന്നതിലുപരി രാഹുലിന്റെ നിയമപരവും വ്യക്തിപരവുമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വിഷയം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇമെയിൽ വഴി അയച്ച 4 പേജിലധികം വരുന്ന പരാതിയിൽ ആദ്യത്തെ പരാതിയേക്കാൾ ഗൗരവമേറിയതും ഞെട്ടിക്കുന്നതുമായ ആരോപണമാണ് യുവതിയുടെ ഭർത്താവ് ഉന്നയിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജേന ജീവിതത്തിലേക്ക് കടന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം വൈകാരികമായും മാനസികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. താനും ഭാര്യയും തമ്മിൽ നിലനിന്നിരുന്ന വൈവാഹിക പ്രശ്നങ്ങളിൽ മധ്യസ്ഥനായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിക്കൽ പോലും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഈ അവസരം മുതലെടുത്ത് തന്റെ ഭാര്യയുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിയായ താൻ വീട്ടിലില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിലുള്ള ഫ്ളാറ്റിലെത്തി രാഹുൽ തന്റെ ഭാര്യ വശീകരിച്ച് വലയിലാക്കുകയും ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. മറ്റൊരാളുടെ ഭാര്യയിൽ തനിക്കൊരു കുഞ്ഞു വേണമെന്ന് രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതനുസരിച്ച് ഭാര്യ ഗർഭം ധരിച്ചപ്പോൾ അതിന്റെ പിതൃത്വവും തന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. പിന്നീട് ഗുളിക നൽകി നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. തന്റെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്തും തന്റെ ഭാര്യയുടെയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും സൈബറിടങ്ങളിൽ ബോധപൂർവം അപമാനിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇത് തനിക്കും കുടുംബത്തിനും കടുത്ത മാനഹാനി ഉണ്ടാക്കി. സൈബർ ആക്രമണങ്ങളും മാനഹാനിയും ഭയന്ന് ഏറെ നാൾ മൗനം പാലിച്ച താൻ ഒടുവിൽ പരാതി നൽകാൻ നിർബന്ധിതനായതിന്റെ കാരണം പരാതിയിൽ ഭർത്താവ് വ്യക്തമാക്കുന്നു. ഇനി മറ്റൊരാൾക്കും ഈ ദുർഗതി ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വെളിപ്പെടുത്തലെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, മനുഷ്യൻ ലൈംഗികത പാവമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ തന്റെ കുഞ്ഞിനെ മറ്റൊരാളുടെ ഭാര്യയുടെ ഉദരത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ആ യുവതി ഗർഭം ധരിച്ചപ്പോൾ അതിനെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നതും ഒരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ഇങ്ങനെ ഒരാൾക്കും ഒരു ഗതി ഉണ്ടാവരുത്. ഈ പുതിയ ആരോപണങ്ങൾ ഉയരുന്നതോടെ കേവലം ഒരു നിയമപ്രശ്നം എന്നതിലുപരി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കേസ് മാറിയിരിക്കുന്നു. തികച്ചും നിർണായകമായ ഒരു നിയമഘട്ടത്തിലാണ് പുതിയ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവിയെയും നിലവിലുള്ള നിയമ നടപടികളെയും കാര്യമായി സ്വാധീനിക്കാൻ ഈ പരാതിക്ക് കഴിയും. ജനുവരി 7 ഹൈക്കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. സർക്കാർ നൽകിയ അപ്പീലും ഇതോടൊപ്പം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന പുതിയതും ഗുരുതരവുമായ പരാതി കോടതിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഭർത്താവിന്റെ പുതിയ പരാതി കൂടുതൽ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പോലീസിന്റെ ഈ നിലപാടിന് കൂടുതൽ ബലം നൽകുന്നു. ഈ ആരോപണങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് മുൻകൂട്ടി ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് വിഷയം നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് മുൻപ് തന്നെ പാർട്ടി നേതൃത്വം അതീവ ജാഗ്രതയോടെയും സംയമനത്തോടെയും വിഷയത്തെ സമീപിച്ചത്. ഈ നിയമപരവും രാഷ്ട്രീയപരവുമായ സമ്മർദ്ദങ്ങൾക്കിടയിലും തനിക്കെതിരെയുള്ളത് ഒരു ഗൂഢാലോചനയാണെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തുടക്കം മുതൽ ഈ ആരോപണങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി പ്രതിരോധിച്ചു വരികയാണ്. പുതിയ പരാതി പുറത്തു വരുന്നതിന് തൊട്ടു മുൻപും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതിരോധത്തിലെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സത്യം ജയിക്കും. മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സത്യം വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് പ്രകടിപ്പിച്ചു. തനിക്കെതിരായ കേസ് BJPയുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് രാഹുലിന്റെ പ്രധാന വാദം. തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആരോപണങ്ങൾ ഉയർത്തുന്നത്. ഈ വാദം സ്ഥാപിക്കുന്നതിനായി യുവതി അയച്ചെന്ന് പറയുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാഹുലിന്റെ പ്രതിരോധം തുടരുമ്പോഴും പുതിയ പരാതി അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. യുവതിയുടെ ഭർത്താവ് നൽകിയ പുതിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും ഇമെയിലായി ലഭിച്ച പരാതിയിൽ ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസിന് മൗനം പാലിക്കാൻ കഴിയില്ല. പരാതി നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ആസ്ഥാനത്തെ AIG V പൂങ്കടയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമോ, അതല്ലെങ്കിൽ പരാതിക്കാരന്റെ സ്വദേശമായ പാലക്കാട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയ ഒരു പ്രത്യേക അന്വേഷണ സംഘം ആരംഭിക്കുമോ? എന്തുതന്നെയായാലും ഈ ഗുരുതര ആരോപണങ്ങളിൽ നിന്ന്
ഒരു തുടർ നടപടി അനിവാര്യമാണ്. ജനുവരി 7 ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമപരമായ പ്രതിസന്ധി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അറസ്റ്റ് ഭീഷണി നിയമ നടപടികൾ, മറുവശത്ത് ഗൂഢാലോചനാ വാദം ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധം. ഇതിനെല്ലാം മുകളിൽ അതീവ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങൾ. ഈ 3 പ്രതിസന്ധികളും ഒരുമിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം രാഹുലിന്റെ നിയമ സ്വാതന്ത്ര്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഗതിയും നിർണ്ണയിക്കുന്നതാകും.